കഴിഞ്ഞ് ചെറിയ വേദന ഉള്ളു കേട്ടോ. എന്തോന്നാ കാക്കു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആശിക്ക കരീന വേറെ ഒന്നുമല്ല, വെറുതെ ആക്ട് ചെയ്യാണ്. ഇപ്പൊ ഉമ്മ ഉണ്ട്, എസ്ലി ഉണ്ട്, പിന്നെ നമ്മളെ അന്നൂസ് ഉണ്ട്. അന്നൂസ് ആയൊരി അന്നപ്പോ ഇതിനെ മുന്നേ നമ്മള് എന്താ പറയാ അന്നൂസിനെ സ്കാൻ ചെയ്യാൻ പോയിനല്ലോ. അന്നപ്പോ അതിൽ പറഞ്ഞു അന്നൂസിനെ സ്കാൻ ചെയ്യാൻ പോവാണെന്നൊക്കെ. അപ്പൊ സ്കാനിങ് ചെറിയൊരു പ്രശ്നം കണ്ട്, അതായത് അന്നൂസിനെ ബെഡായിട്ട് ചെറിയൊരു എന്താ പറയാ തണുപ്പ് പോലെ അല്ലമ്മ, കല്ലിപ്പ് പോലെ. ഓള് ഇതിന് മുന്നേ വീണീനും ഒരു മാസമായി തോന്നുന്നു വീണിട്ട്. അന്നപ്പോ അവിടെ ഒരു കല്ലിപ്പ് വന്ന് സ്കാനിങ്ങിൽ നല്ലോണം അറിയേണ്ട ഒരു പഴുപ്പ് പോലെ, പിന്നെ ബ്ലഡ് കട്ട് ചെയ്ത പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഡോക്ടർ വന്ന് പെട്ടെന്ന് എന്തോന്നാ കാക്കുക, വെറുതെ ആക്ട് ചെയ്യല്ല കേട്ടോ, നിങ്ങള് കളിയാക്കാണ് ഗൈസ്. അന്നൂസിനെ ഭയങ്കര കളിയാക്കല. അന്നപ്പോ അത് അവിടെ കല്ലിപ്പായിട്ട് ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്നലെ അതിന് സർജറി ചെയ്യാൻ അല്ല ഇന്നലെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ സർജറി ചെയ്യണം എന്ന് പറഞ്ഞ്. ഇപ്പൊ KMCT നിന്നാണ് സർജറി ചെയ്യാൻ പോണത്. അവിടുത്തെ ഡോക്ടറാണ്, KMCT ഡോക്ടറാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് 12 മണിക്കാണ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞത്. അന്നപ്പോ അത് എടുത്ത് മാറ്റണം. അപ്പൊ അന്നൂസ് പേടിയുണ്ടോ? ഓക്കെ അന്നൂസ് പേടിയുണ്ടോ? ഡോക്ടർ ദീപക്കിനാണ് നമ്മള് കാണിക്കുന്നത്. അന്നപ്പോ ഇന്ന് അന്നൂസിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അന്നൂസ് അയ്യോ ഓക്കെ അല്ലേ? അല്ലേ? അന്നൂസ് 6 മണിക്ക് ഫുഡ് കഴിച്ചതാണെങ്കിൽ ഓപ്പറേഷൻ കഴിയുന്നവരെ ഒന്നും കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിശന്നിട്ട് കുത്തിരിക്കാണ്. എല്ലാവരും അവൾക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒന്ന് പറ, എന്ത് പറയാന്? ഓക്ക് തിന്നാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ കൊറേ ക്ലാസ് ഡോക്ടറെ പറ്റി പറയാൻ പറയുന്നത്. നല്ല ഡോക്ടർ കേട്ടോ, നല്ല സ്വഭാവമുള്ള ഡോക്ടറാണ് ഡോക്ടർ ദീപക്. നല്ല സ്വഭാവമുള്ള ഡോക്ടർ. പ്രത്യേകം പറയുമ്പോ നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഡോക്ടർ. എന്താണ് എന്ത് അനുസയ്യ പേടിക്കൊന്നും വേണം കേട്ടോ. വേഗം ഒന്ന് പെട്ടെന്ന് കഴിയുന്ന ഒരു സർജറി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ഇപ്പൊ നല്ല തണുപ്പ് നിൽക്കുന്നില്ല അമ്മ, നല്ലൊരു കല്ലിപ്പ് ഇവിടെ ഈ തൊക്കിന്റെ കക്ഷത്തിന്റെ ഇവിടെ നടുവിലായിട്ടാണ് അത് കാണുന്നത്. പിന്നെ നമ്മള് ചില്ല ഇത് പറയുന്നത് ഓക്കും കൂടി സങ്കടം ആവണ്ടെന്ന് വിചാരിച്ചിട്ടോ. നിങ്ങൾ അതൊന്നും വിചാരിക്കുക, നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ചെന്ന് പറയണ്ട. നമ്മള് അന്നൂസ് ഓക്കെ ആണ് അല്ലേ? അന്നൂസ് വേഗം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ അടുത്തേക്ക് വരൂലേ അന്നൂസേ? എന്തന്നൂസ് അങ്ങനെ ഇന്ന് തിന്നാൻ പറ്റാത്തതിനുള്ള സങ്കടമല്ല എനിക്ക്. അല്ലതുമല്ല. അപ്പൊ എല്ലാരും ദുആ ചെയ്യാ അന്നൂസിന്റെ എന്താ പറയാ സർജറി പെട്ടെന്ന് കഴിഞ്ഞിട്ട് അന്നൂസ് ഓക്കെ ആവാനല്ലേ. അവിടെ ഓർക്കും അന്നൂസ് ഏതോ ലോകത്തെ. കാരണം ഇന്നലെ ഡോക്ടർ അത് പറഞ്ഞപ്പോ മുതല് അന്നൂസ് ഡൗൺ ആയി കിടക്കാണ്. എന്നപ്പോ അന്നൂസിന്റെ ഈ പ്രായത്തിൽ തന്നെ ഇന്ത്യ സർജറി തൊണ്ടക്കിലമ്മ നമ്മളെ എസ്ലിക്കൂട്ടി ഇതാ പഠിച്ചോനെ ഏബാൻഡ് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചിട്ടുണ്ട്. ഓൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാണ്. അപ്പൊ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 10 മണിയാവുമ്പോ അവിടെ 9 മണിയാവുമ്പോ അവിടെ എത്തണം എന്നാണ്. പക്ഷെ സമയം അപ്പൊ ജൂത്താത്തിയും ബാസിക്കാക്കി അങ്ങോട്ട് എത്തിക്കോളാം എന്നാണ്. ഓലിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണെന്നാണ് പോലെ അങ്ങോട്ടേക്ക് എത്തും. 12 മണിക്കാണ് സർജറി പറഞ്ഞിരിക്കണേ. അത് നല്ലൊരു തണുപ്പ് വന്നില്ല. ഡോക്ടർ പെട്ടെന്ന് ചെയ്യണമെന്നാണ്. അമ്മ പറഞ്ഞ് 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ചെയ്താൽ പോലെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല, നാളെ തന്നെ. അപ്പൊ ഓളമ്മ ഇപ്പൊ വന്നില്ല, കാരണം ചെറിയൊരു മോളും കൂടി ഉണ്ട് ഓൾക്ക്. അപ്പൊ ഓള് കിണിയും കൂടി ഉണ്ട്. അപ്പോൾ ഓൾ എണീറ്റിട്ടൊന്നുമില്ല. അമ്മ 6 മണിക്ക് എന്റെ വീട്ടിൽ വന്നിക്കുന്നത്. അതപ്പോ ഓളും മാമിയും അതേപോലെ മാമനും കൂടി ഹോസ്പിറ്റലിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്തും. ഇമ്മയും നമ്മളെ ഒപ്പരം പോവാന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നതേനും. നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് KMCTയിലേക്ക് കുറച്ചല്ലേ ഉള്ളു. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് പോവാന്ന് വെച്ചിട്ട് മാമനും മാമിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്നപ്പോ ഞമ്മക്ക് ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി എന്താന്നൊക്കെ നോക്കാം അല്ലേ? മോളി തരും എനിക്ക്, ഏതോ ലോകത്താണ്. അപ്പൊ എല്ലാരും കേട്ടോ അന്നൂസ് പെട്ടെന്ന് ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിട്ട്. ഗൈസ്, നമ്മളിതാ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്?
വേഗം സുഖമായിട്ട് വരാന് എല്ലാരും പ്രാർത്ഥിക്കണം എന്നറിയും. പറയേ, അത് കുറച്ച് ടൈം എടുക്കത് ആലോചിച്ച് പറയാന്. കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, ഇപ്പം പറയണോ എല്ലാരോടും? എല്ലാരും പ്രാർത്ഥിക്കാം, കൈയോണ്ട് പ്രാർത്ഥിക്കാം. എല്ലാരും പ്രാർത്ഥിക്കാം, അമ്മായിനെല്ലാരും പ്രാർത്ഥിക്കാം, ഓട്ടിക്കാം. പാവാണ് അന്വേസിന്റെ രണ്ടാമത്തെ സർജറി. ഒന്ന് തലക്ക് കഴിഞ്ഞില്ല ചെറുപ്പത്തിൽ, ഒരു 6 മാസമുള്ളപ്പോ അല്ലമ്മ, 1.5 വയസ്സുള്ളപ്പോ അന്യൂസ്, അല്ല 1 വയസ്സുള്ളപ്പോ അന്യൂസിന്റെ തലക്ക് ഒരു സർജറി കഴിഞ്ഞു മെഡിക്കൽ കോളേജിൽ. ഇതിപ്പോ രണ്ടാമത്തെ സർജറിയാണ് ഗൈസ്. അന്നപ്പോ നമ്മൾ ഇവിടെ മെയിൻ എൻട്രൻസിലേക്ക്, ഇവിടെ അല്ലല്ലോ, കാഷ്വാലിറ്റിയിലല്ല, അവിടെ 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 അവിടെ. അപ്പം ഗൈസ് നമ്മള് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ അല്ലേ അല്ലേ? അപ്പം സർജറിക്ക് ആയിട്ടില്ല, ഇനി ഇവിടെ അനസ്തേഷ്യനെ ഡോക്ടറൊക്കെ കാണിക്കാനുണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് കോവിഡ് ടെസ്റ്റ്, എനിക്കല്ല കേട്ടോ, അന്യൂസിന് കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പേടിയുണ്ടോ? അന്യൂസ് ഫസ്റ്റ് ടൈം ആയിട്ടോ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു വട്ടം ചെയ്തിരിക്കുന്നു കേട്ടോ, മിംസിന്ന് ചെയ്തിരിക്കണില്ല നമ്മള്, ഞാൻ ചെയ്തിരിക്കണം, അന്യൂസിനെ ചെയ്തില്ല. അപ്പം അന്യൂസ് ആദ്യം കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. പേടിയുണ്ടോ അന്യൂസ്? അപ്പം ഗൈസ് അന്യൂസിൻ്റെ കോവിഡ് ടെസ്റ്റ് ആട്ടോ, അതിനുള്ള പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യൂസിൻ്റെ മുഖം ഒന്ന് അന്യൂസ് സൂം ചെയ്യട്ടെ, ഒന്ന് സൂം ചെയ്യുന്ന പറയും. അന്യൂസിന് അതൊന്നും ഏൽസൂലപ്പോൾ. ഇല്ല ഇല്ല, പേടിക്കാനൊന്നുമില്ല, മൂക്കില്ല ഇല്ല ഇല്ല ഇല്ല, കാണിച്ചു നോക്ക്. അതാ ഒന്നാക്ക് ജസ്റ്റ് ഒരു മൂക്കിലിടുന്നുള്ളൂ. ഇതാ കണ്ടോ ഗൈസ്, അതിൻ്റെ ഉള്ളിലൊരു കോലാഹലം തന്നെ ഉണ്ടാക്കി നടക്കുന്നത് നടപ്പ് കണ്ടില്ലേ? സ്ലോ മോഷനിൽ നടക്കണോ, സ്ലോ മോഷനിൽ നടക്ക്. എന്താ ഇയാൾ ഉണ്ടാക്കിയ 10 ആള് കൂടിയിട്ടാണോ ഒന്ന് കൊറോണ ടെസ്റ്റ് ചെയ്തത്? പക്ഷെ നെഗറ്റീവ് ആട്ടോ, പോസിറ്റീവ് ഒന്നല്ലല്ലോ അല്ലേ? എന്താ ഉണ്ടാക്കിയ അവിടെ എന്തോ പറയും കണ്ണെന്നൊക്കെ. അപ്പം ഗൈസ് നമ്മളെ റൂമിലേക്ക് മാറ്റിക്കുന്നത് ഇത് നമ്മളെ KMCTത്തെ ന്യൂ ബ്ലോക്കാണ് കേട്ടോ, പുതിയതായിട്ട് വന്ന ബ്ലോക്കാണ്. അപ്പം ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി റൂമാണ് കേട്ടോ. കണ്ടില്ലേ അന്വേസിൻ്റെ ബെഡൊക്കെ കണ്ടില്ലേ? പേഷ്യൻറ്റിൻ്റെ ബെഡ് നല്ല അടിപൊളി ബെഡും ബെഡ്. പിന്നെ അത് നമ്മളെ കുഞ്ഞ് പാത്തുമ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ TV ഉണ്ട്, അതേപോലെ AC ഉണ്ട്, ഒക്കെ ഉണ്ട്. സെൻട്രൽ AC ആണ്. നമ്മളെ കുഞ്ഞി പാത്തുമ്മ ഇവിടെ കിടക്കുകയാണ്. എന്താണ് പാത്തുമ്മ തലയിൽ ഇങ്ങനെ കാണോടല്, അത് താഴത്തെ കഴിപ്പിക്കുമ്പോ രാവിലെ തൊട്ട് ഈ കിടന്നുറങ്ങുന്നില്ലേ? ഞാനെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്, നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പിന്നെ ഓടിപ്പായുന്നതിനെ കൊണ്ട് ഇതേനും. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി റൂമാണ്. ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോൾ ഇങ്ങനത്തെ റൂമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. വല്യമ്മൻ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അന്നപ്പോൾ ഈ ബ്ലോക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഇത് ന്യൂ ബ്ലോക്കിലെ നമ്മളെ റൂമാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല റൂമാണ് അല്ലേ അമ്മ? അടിപൊളി റൂം. ഇനിയോളെ അനസ്തേഷ്യൻ്റെ ഡോക്ടറെ കാണിക്കാനുണ്ട്. ഇപ്പോൾ സമയം എന്താ പറയുക, ഒരു 2 മണി ആവാനായിരിക്കണം. എന്തായാലും സർജറി ഉണ്ടാവും. അപ്പോൾ അനസ്തേഷ്യൻ്റെ ഡോക്ടറെയും കൂടി കാണിച്ചിട്ട് ഒക്കെ ഒരു ട്രിപ്പ് ഇടാണ്ട് ആളിതാ ബാത്റൂമിലാണ്, യൂറിൻ പാസ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അനസ്തേഷ്യൻ്റെ ഡോക്ടറെ ഇപ്പോൾ കാണിക്കാൻ പോകണം. ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമിലേക്ക് മാറിയിട്ട് 1:45 ഇപ്പോൾ റൂമിലേക്ക് മാറിയത്. എന്നപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സർജറി കഴിയും. എന്തോ ആലോചിച്ച് കുത്തിയിരിക്കും. അത്രയും നേരം ഉമ്മൻ്റെ അടുത്ത് ഒക്കത്ത് മടി കിടക്കാൻ എൻ്റെ ആവശ്യമേ ഇല്ലേനല്ലേ? ഇത് നമ്മളെ എടപ്പോൾ അന്യൂസ് നമ്മളെ അന്യൂസ് കൊറോണ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വിധമായി കുത്തിയിരിക്കുകയാണ്. ഒക്കെ വിശക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് അനസ്തേഷ്യനെ ഡോക്ടറെയും കൂടി ഒന്ന് കാണിക്കണം. അത് കാണിച്ച് വന്നിട്ട് നമ്മൾ ട്രിപ്പ് ഇടും. ക്ഷീണിച്ചിരിക്കണം. 6 മണിക്കിട്ടാണ് കുട്ടി എന്താ പറയുക ഫുഡ് കഴിച്ചത് അല്ലേ? നമുക്ക് അനസ്തേഷ്യനെ ഡോക്ടറെ കണ്ടോ ഗൈസ്, അന്യൂസിന് സൂചിയൊക്കെ എത്രയും സിസ്റ്റർമാരാണ് ഇവിടെ. അന്യൂസ കരിയണ്ട കഴിഞ്ഞ് ചെറിയ വേദന ഉള്ളു കേട്ടോ, ചെറിയ വേദന ഉള്ളു, കരിയണ്ട കേട്ടോ, പെട്ടെന്ന് കഴിയും. ഗൈസ് ഇവനെ അടിക്കണത് ഉമ്മ അടിക്കണത്. ആരടിച്ചു മോളെ? ഉമ്മ അടിച്ചോ? ജൂത്താത്ത ഒന്ന് സിസ്റ്റർ അടുത്തേക്ക് പോയേന് കരിയാണ്. ജൂത്താത്ത വന്നിക്കണ് ഗൈസ്. നീ വന്നില്ല എന്നുള്ള പരാതി ഇവിടെ വേണ്ട. ഓള് അടിക്കണേ ഓളമ്മ അടിക്കണേ. അടിച്ചോ? ഇല്ലടാ, മുട്ടച്ചി അയക്കണേ സിബ.
ഇപ്പം ഗായ്സ് അന്നൂസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു ഓപ്പറേഷന്. അപ്പോൾ ഒരു 8-8:30 അയക്കുന്നു ഓപ്പറേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഓപ്പറേഷത്തിന് കൊണ്ടുപോകാൻ 8-8:30 അയക്കുന്നു. അന്നപ്പോൾ എനിക്ക് ഞാൻ ഓപ്പറേഷൻ്റെ സമയത്ത് അവിടെ ഇല്ലേ, ഞാൻ വീട്ടിലേക്ക് കാരണം ഐസ് ഇവിടെ ഉണ്ടേനും. ഇവിടെ ആശികാക്കൻ്റെ അമ്മയുണ്ട്. ഉമ്മനെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിന്. പിന്നെ ഐസ് ഭയങ്കര കരച്ചിലൊക്കെ അതിനെക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് ഇന്ന് അന്നൂസിൻ്റെ അടുത്തേക്ക് പോകും. ഇന്ന് എനിക്ക് ചെറിയൊരു ഷൂട്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നൂസിൻ്റെ അടുത്തേക്ക് പോകും. ഞാനും ആശിക്കാക്കി ഐസ് എല്ലാവരും കൂടി പോകും. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 9:30 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ ആണെന്നാ പറഞ്ഞത്. പക്ഷെ റൂമിലേക്ക് കൊണ്ടുവന്നില്ല, ICU തന്നെയാണ്, ഒബ്സർവേഷനിലാണെന്ന് ഡോക്ടർ വന്നാൽ റൂമിലേക്ക് മാറ്റുന്നതാണെന്ന് അറിഞ്ഞത്. അമ്മ പിന്നെ രാവിലെ വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒന്നും എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഓക്കെയാണ്. വീണതിൽ പറ്റിയതാട്ടോ, നെഞ്ഞടിച്ച് വീണീന്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു കല്ലിപ്പും പൈപ്പും വന്നു പോയതായിരുന്നു. എന്നപ്പോൾ ഇനി കൂടുതൽ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.